കേരളം കത്തും. അതൊന്നും എനിക്കറിയില്ല കേട്ടാ. എന്തായാലും അങ്ങനെ ഒരു ഫോട്ടോ വരും കേട്ടാ, അത് ഉള്ളതാണ്. കാരണം തമിഴ് തന്നെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് അവർ ഭക്ഷണം ഇതൊന്നും ഒരു അനിയനെ പോലും മോനെ പോലും നോക്കിയിട്ട് നുണ പറഞ്ഞപ്പോൾ എനിക്ക് നുണ പറയാൻ അറിയില്ലേക്ക് പറ്റിക്കാൻ അറിയാം. എന്നിട്ട് ഇന്നാളെ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, നീ കണ്ടില്ല, നീ എന്തിനും നുണ പറയുന്നത്. എൻ്റെ കയ്യിൽ തെളിവ് എല്ലാ പൂജ നടക്കുന്ന സ്ഥലത്തും പോകും, ഒരു ഇത് എല്ലാവിടെയും പോകും, ഷൂട്ടിങ്ങിൻ്റെ പോകും. പിന്നെ എല്ലാ ഡയറക്ടർമാരിനെ, കഥ എഴുതുന്നവരിനെ, സംവിധായകന്മാർ, പിന്നെ കൺട്രോളർ, എല്ലാവരും വിളിക്കാറുണ്ട്. ആരെങ്കിലും എങ്ങനെയൊക്കെ പോയ സമയത്ത് ആരെങ്കിലും അവസരം തന്നിട്ടുണ്ടോ? ഇഷ്ടം പോലെ. അങ്ങനെ അവസരം ചോദിക്കാൻ മടിയില്ല. നമ്മൾ നമ്മുടെ ആഗ്രഹം ചോദിക്കാൻ ഒരു മടിയില്ല. നമ്മൾ എന്താണ് ഒരു അഭിനയിക്ക് ഒരു ചാൻസ് അല്ല ചോദിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പോയി ചോദിക്കുന്ന സമയത്ത് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായി? ഇതുവരെ എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പല സെറ്റുകളിൽ ഇപ്പോൾ ആട് 3ന്റെ സെറ്റിൽ വിജയബാബു സാറിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായി, എന്താ പറഞ്ഞത്? സാർ നോക്കാൻ പറഞ്ഞു, ഇതിൽ നോക്കാൻ പറഞ്ഞു, അടുത്തായിട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ തൃശ്ശൂർ പൂരത്തോട്ട് പരിചയമാണ്, ഭയങ്കര സ്നേഹമാണ്. അന്ന് തൃശ്ശൂർ പൂരത്ത് ചെയ്തപ്പോൾ ചേട്ടൻ പറഞ്ഞു, നീ നന്നാക്കി ചെയ്യണം ആ ഒരു മുടി വെട്ടുന്ന സാധനം. അതുപോലെ വിജയബാബു സാർ പറഞ്ഞു, അടിപൊളിയില്ല, അടുത്ത പടത്തിൽ തരാം. എന്നെ പോയത് മനസ്സിലായി. ഇപ്പോൾ ആരിനെ വിളിക്കണം എന്നല്ലേ, നമ്മുടെ അഭിലാഷ് ചേട്ടനെ വിളിച്ചിട്ടുണ്ട്, അഭിലാഷ് പിള്ള സാറ്, മറ്റേ മാളികപ്പുറത്തിൻ്റെ കഥ എഴുതിയ ചേട്ടനെ വിളിച്ചു. അപ്പോൾ അടുത്തതിൽ തരാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും വിളിക്കാറുണ്ട്, ഡയറക്ടർമാരിനെയും കഥ എഴുതുന്നവരും എല്ലാവരും വിളിക്കാറുണ്ട്. ആരോടും അവസരം ചോദിക്കാനൊരു മടിയൊന്നുമില്ല ചേട്ടാ. നമ്മളെ സിനിമയിൽ അഭിനയിക്കുക നമ്മുടെ ആഗ്രഹമല്ല ചേട്ടാ. അപ്പോൾ എല്ലാവരും കൂടെ ചോദിക്കുക. ഇപ്പോൾ ഈ ഉണ്ണിക്കണ്ണൻ എന്ന് പറഞ്ഞ ഒരാളെ ഇപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഭയങ്കര ഇവൻ വെറുതെ ആൾക്കാരെ പറ്റിച്ച് നടക്കാമെന്നൊരു സംഭവമുണ്ട്. പക്ഷേ ജനുവരി എനിക്ക് തോന്നുന്നു 25 ആകുമ്പോൾ ഒരു ഫോട്ടോ വരും. വേറൊരു കാര്യം ഉണ്ടായിട്ടുണ്ട് ചേട്ടാ. ചേട്ടാ, ഞാൻ കാണാൻ പോയത് അപ്പുറത്തെ വീട്ടിലെ ആളോ തൃശ്ശൂർ, പാലക്കാട് അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള ആളിനില്ല. വേൾഡ് അറിയുന്ന നമ്മുടെ ഇളയ തലവതി വിജയണ്ണൻ്റെ ഫോട്ടോ ആണ്. സിനിമ കോസ്റ്റ്യൂമിലാണ്. അത് മലയാളത്താണ്. സുരേഷ് ഏട്ടനാണെങ്കിലും, പിന്നെ ലാലേട്ടനാണെങ്കിലും, മമ്മൂക്കയാണെങ്കിലും, ദിലീപേട്ടനാണെങ്കിലും, രാജുവേട്ടനാണെങ്കിലും, ടോവിൻ ചേട്ടനാണ്. ഇതൊക്കെ കോസ്റ്റ്യൂമിൽ. അതിനിപ്പോൾ നസലിനായിക്കോട്ടെ, ഫഹദൊക്കെ ആയിക്കോട്ടെ, ആരാണെങ്കിൽ പോലും തമിഴിലാണ് മലയാളത്താണെങ്കിൽ ഫോട്ടോ കോസ്റ്റ്യൂമിൽ ആരിനും കിട്ടില്ല. അതാണ് സത്യം. പിന്നെ ഞാൻ ഇവിടുന്ന് 1-ാം തീയതി ജനുവരി 1-ന് നടന്നപ്പോൾ ജനുവരി 13-ാം തീയതി എനിക്ക് വിജയ് സാറിൻ്റെ മാനേജറിൻ്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അതായത് ജഗദീഷ് പഴനിസ്വാമി സാറിൻ്റെ. ഇതെനിക്ക് അറിയില്ല, ഇംഗ്ലീഷ് എനിക്ക് അറിയില്ല, അപ്പം നമുക്കത് അറിയില്ല. ഇവിടെ വന്നൊരു 4-5 മാസം കഴിഞ്ഞിട്ടൊരു ഹായ് അയക്കാൻ നോക്കുമ്പോൾ അവിടെ നിന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ഇതാണ്. അപ്പോൾ ഫോട്ടോ വരും. ഒരിക്കലും ഞാൻ ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്തിനും നുണ പറഞ്ഞു. ഞാൻ അവിടെ വിളിച്ചു ചോദിച്ചു പറഞ്ഞു, എനിക്ക് നുണ പറയേണ്ട ആവശ്യമില്ല ഏട്ടാ. നുണ പറഞ്ഞ കേരളം തമിഴ്നാട് തന്നെ. എനിക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ കുറച്ച് പൈസയും കൊണ്ട് പോയത്. ഇവിടുന്ന് പോയി കുറച്ച് പൈസയും കൊണ്ട് പോയിട്ട് സീരിയലും സിനിമയും പരസ്യം ചെയ്ത്. ഇവിടുന്ന് കേരളം തമിഴ് തന്നെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് അവർ ഭക്ഷണം ഇതൊന്നും ഒരു അനിയനെ പോലും മോനെ പോലും നോക്കിയിട്ട് നുണ പറഞ്ഞപ്പോൾ എനിക്ക് നുണ പറയാൻ അറിയില്ലേക്ക് പറ്റിക്കാൻ അറിയാം. എന്നിട്ട് ഇന്നാളെ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, നീ കണ്ടില്ല, നീ എന്തിനും നുണ പറയുന്നത്. എൻ്റെ കയ്യിൽ തെളിവ് എന്ന് പറയാൻ ഇപ്പോൾ ഒന്നുമില്ല. അത് അനിത്യക്കുട്ടി പറഞ്ഞല്ലോ, ഒരിക്കലും ഞാൻ നുണ പറയില്ല, പറ്റിക്കില്ല. എനിക്ക് നുണ പറയാനും പറ്റിക്കാനും അറിയില്ല. ഫോട്ടോ ജനുവരിയിൽ വരുള്ളൂ. വിജയണ്ണൻ എനിക്ക് എല്ലാ കാര്യം ചെയ്തു തന്നു. എനിക്ക് റൂം എടുത്ത് തന്നു. AC ട്രെയിനിൽ നനച്ച വണ്ടിയിൽ എന്നെ തിരിച്ചയച്ചത്. അതൊക്കെ എൻ്റെ ഭാഗ്യമാണ്. അത് ആർക്കും കിട്ടാത്ത പോലെ എന്നെ നന്നായി ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വിജയനെ കാണുന്ന എനിക്കൊരു ആഗ്രഹമുണ്ട്, ഒന്ന് വിജയനെ ഒന്ന് കാണിക്കാൻ. ഉണ്ണിക്കണ്ണൻ ഏട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഏട്ടനിപ്പോൾ ലാലേട്ടനെ കണ്ട മമ്മൂക്കനെ ഓരോ ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹം വേണ്ടിയിട്ട് സന്തോഷ് ജോർജ് കുളക്കൻ്റെ സാറ് പറയുന്ന പോലെ, എല്ലാവരും പറയുന്ന പോലെ, വിനീത് ശ്രീനിവാസേട്ടൻ വിനീതേട്ടനൊരു കാര്യം പറഞ്ഞു, നമ്മുടെ ആഗ്രഹം എന്ത് ഇതാണെങ്കിലും കഷ്ടപ്പെട്ട ഇന്നലെ പടച്ചം തരും. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നന്നായി ദൈവത്തിന് വിളിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക, പണിയെടുക്കുക. കേട്ടാ, ഇന്നലെ എന്നെ 12 മണിക്ക് ഒരാൾ വിളിച്ചു. ആരെന്നാണെന്ന് അറിയില്ല. വിളിച്ചിട്ട് എനിക്ക് സിനിമയിൽ വേഷം വേണം, ഒരു വേഷം കിട്ടും. ചേട്ടാ, എന്നെ വിളിച്ചിട്ട് കാര്യമില്ല, ഞാൻ ആരുമല്ല, സിനിമയുടെ ആരുമല്ല. അവരെ വിളിക്കുമ്പോൾ വിളിക്കുകയല്ല വേണ്ടത്. സിനിമാ സെറ്റിലും പൂജ നടക്കുന്ന അവിടെയും പോയി ചാൻസ് ചോദിച്ച് 1 കിട്ടിയില്ല, 2 കിട്ടില്ല, 3 കിട്ടില്ല, മനസ്സ് മടുത്ത് കഷ്ടപ്പെട്ടിരിക്കുമ്പോഴും നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുമ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഒന്നും നടക്കാണ്ട് ആകെ വഴിമുട്ടി നിൽക്കുമ്പോൾ അന്ന് ദൈവം അങ്ങനെ വഴിമുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അവനത് രക്ഷപ്പെടാനുള്ള ഭാഗ്യമാണ്. അപ്പം ഇന്നലെ വിളിച്ചിട്ടപ്പോൾ ചേട്ടന് ആഗ്രഹം അങ്ങനെ ഉണ്ടെങ്കിൽ ആരിനെ കാണാനോ അങ്ങനെ ഒരു മനസ്സിൽ തീവ്രമായി അത് അടങ്ങാത്തൊരു തീക്കല്ല് പോലെ കൊണ്ടു നടന്ന ഏട്ടനും കാണാൻ പറ്റും കേട്ടാ. അത് ഉറപ്പാണ്. ജനുവരിയിൽ ഫോട്ടോ വരുമ്പോൾ കത്തും, കേരളം കത്തും. അതൊന്നും എനിക്കറിയില്ല കേട്ടാ. എന്തായാലും അങ്ങനെ ഒരു ഫോട്ടോ വരും കേട്ടാ, അത് ഉള്ളതാണ്. അപ്പം ഇന്ന് ഈ കുറ്റം പറഞ്ഞ ആൾക്കാരൊക്കെ അന്ന് ഉണ്ണിക്കണ്ണൻ്റെ കൂടെ നിൽക്കും തോന്നുന്നു.
എന്നെ ആര് കുറ്റം പറഞ്ഞാലും അവരാണ് നമ്മൾ ഇതുവരെ ആക്കി. എനിക്ക് ആരിനെ കൊണ്ടൊരു ദേഷ്യമൊന്നുമില്ല. എന്നെ എല്ലാവരും എന്നെ കൂടെ നിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ എവിടെ പോയാലും എന്നെ എല്ലാവരും വന്ന് ഫോട്ടോ കൊടുക്കുന്നുണ്ട്, എന്നെ വിളിക്കുന്നുണ്ട്, ഉണ്ണിക്കണ്ണ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ആ സ്നേഹമാണ് ഇവിടെ നിൽക്കുന്നത്. ഉണ്ണിക്കണ്ണ ഇപ്പൊ ഏറ്റവും ഈ ചർച്ചയായിട്ട് വരുന്നത് ബിഗ് ബോസിന്റെ വാർത്തകളാണ്. അപ്പൊ ഉണ്ണിക്കണ്ണൻ ഒരു ഫോട്ടോ ഇട്ടതിന് ശേഷം ഭയങ്കരമായിട്ട് ആൾക്കാർ ഉണ്ണിക്കണ്ണൻ ബിഗ് ബോസിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോകൾ വന്നു. അപ്പം പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാം, എന്നാലും ഉണ്ണിക്കണ്ണൻ ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ടോ? വിളിച്ചാൽ പോകും. ഞാൻ അതിനു വേണ്ടി മൈജി കൊടുത്തിട്ടുണ്ട്. എൻ്റെ ആഗ്രഹം പറഞ്ഞു. ഇനിയൊക്കെ ദൈവത്തിൻ്റെ ഇല്ല കേട്ടാ. നമ്മൾ എന്ത് പരിശ്രമിക്കുക. വീട്ടിൽ വെറുതെ ഇരുന്ന് വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് എനിക്ക് എന്താണ് നാളെ ഇനിയിപ്പോൾ എനിക്ക് അവിടെ പോകണം ഇവിടെ പോകണം ആഗ്രഹം പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല. നമ്മൾ പരിശ്രമിക്കുക കേട്ടാ. വർക്ക് ചെയ്താൽ നമ്മുടെ വിനീതേട്ടൻ ശ്രീനിവാസേട്ടൻ പറഞ്ഞ പോലെ പണിയെടുത്ത് എന്നല്ലെങ്കിൽ നാളെ അത് പഠിച്ചവനത് തരും കേട്ടാ. അല്ല, ഇപ്പം ബിഗ് ബോസിലേക്ക് പോകാൻ എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ ആയുധങ്ങൾ? ഏട്ടാ, നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ എന്താണെങ്കിലും നമുക്ക് ആ ലക്ഷ്യം പറഞ്ഞ് പോകരുത് കേട്ടാ. നമ്മൾ എന്താണ് ആഗ്രഹം നമ്മൾ അവിടെ പോവുക ചെയ്യുക. കർമ്മം ദൈവം തരുന്നതാണ്. വിനീതേട്ടൻ പറയുന്ന പോലെ പിന്നെയും ഞാൻ പറയും. അതുപോലെ വിജയണ്ണൻ പറയും, ഉസ്പേത്തിന് അവർക്ക് ടൊമ്മണും കടുപ്പേത്തന്നെ കമ്മണെടുത്ത വാഴക്ക് ചെമ്മെന്ന് പോകും. ഒരു ആഗ്രഹം ലക്ഷ്യത്തായിട്ട് ഇതാണ്. നമ്മുടെ എന്ത് ആഗ്രഹം പണിയെടുത്തുകൊണ്ടിരിക്കുക, ദൈവം തരും അത്. ഇതിപ്പം ഈ ഡയറ്റിങ് മറ്റേ തീറ്റപ്പറ്റ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ ഡയറ്റിംഗ് ഒക്കെ നിർത്തിയോ? ഡേറ്റിംഗ് ഒന്ന് കുറച്ചൊന്ന് തെറ്റി. ഇനിയിപ്പോൾ അത് കറക്റ്റ് എടുത്തുകൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു BMW കാറിന് വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിലാണ്. അത് സിസ്പേക്കാണ്. അത് ഞാൻ ചെയ്യില്ല. അത് ഒരിക്കലും ഞാൻ ചെയ്യില്ല. 90 ആക്കിയ കാറ് തരാ പറഞ്ഞു. എൻ്റെ വീട്ടിലിടാനൊന്നും അതിന് സ്ഥലമില്ല. ഉമ്മറത്ത് റോഡ് സൈഡാണ്. ഞാൻ അത് കാറിന് റിസ്ക് എടുക്കില്ല. 80 കിലോനേക്ക് കാറ് തരും. 90 ആക്കും പറഞ്ഞാൽ ആ 90 ആക്കിയിരിക്കും. അതിനുവേണ്ടി പരിശ്രമം ഭയങ്കര ശക്തമാണ്. 6 പാക്ക് നോക്കി കൂടെയാണോ? എനിക്ക് തടിയുണ്ടെങ്കിൽ സിനിമ കിട്ടുള്ളൂ, പുലിക്കളിക്ക് പോകാൻ പറ്റുള്ളൂ. വന്ന വഴി ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല കേട്ടാ. 6 പാക്ക് ആയി കഴിഞ്ഞാൽ ഏതാണ്? BMW. പക്ഷെ അത് വേണ്ട കേട്ടാ. അതിന് ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല കേട്ടാ. നമുക്ക് നമ്മുടെ ആഗ്രഹം ദൈവം ഈ ചെറിയ ജീവിതത്തിൽ ആത്മാവ് എപ്പോൾ വേണമെങ്കിലും ബലവണം പൊട്ടും പോലെ പൊട്ടും. അതൊക്കെ നമ്മുടെ ഒരു ആഗ്രഹമാണ്. അതൊക്കെ ഒരിക്കലും നമ്മളത് വാങ്ങി അത് വീട്ടിന് മുന്നിലിടാൻ നമുക്ക് അതിനോട് വേണ്ട. നമുക്ക് 6 പാക്ക് ആയി കഴിഞ്ഞാൽ പുലിക്കളിക്കൊന്നും പോകാൻ പറ്റില്ല. അതാണ് പുലിക്കളിയല്ലേ. പുലിക്കളിയും സിനിമയും എല്ലാം ആദ്യമാണ്. നമ്മൾ വന്ന വഴി ഒന്നും മറക്കാൻ പാടില്ല. സൂപ്പർ സ്റ്റാർ എന്നല്ല, നമ്മളൊരു സാധാരണക്കാരെ കുഞ്ഞ് എവിടെയെങ്കിലും ചെറിയ ചെറിയ വേഷം ചെയ്ത് പോട്ടെ. നമുക്ക് അങ്ങനെയൊന്നും ആഗ്രഹമില്ല. സിനിമ ചെയ്യണം, അത്രേ ആഗ്രഹമുള്ളൂ. അതെല്ലാവരിനോടും ചെയ്യണം. അപ്പം ഉണ്ണിക്കണ്ണന് നിറയെ വേഷങ്ങൾ കിട്ടട്ടെ. ഇപ്പോൾ അടുത്ത പടം ഇറങ്ങാനുള്ളത് ഇന്നസെന്റ്, നമ്മുടെ അൽത്താഫ് അനാർക്കലി, കിളിപ്പോള് ഇവരിന്റെ. ഇനിയിപ്പോൾ അടുത്തത് ലുക്കുക്കൻ്റെ നിറയെ പടങ്ങളുണ്ട്. പടം വേറൊരു ബിഗ് ബഡ്ജറ്റ് പടം വരുന്നുണ്ട്. അത് സർപ്രൈസ് ആണ്. അത് അടുത്തന്നെ ഉണ്ടാവും. അത് വലിയൊരു പടമാണ്. ലാലേട്ടനോടൊരു പടത്തിലുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഉണ്ണിക്കണ്ണൻ ഇല്ല? അല്ലല്ല, അത് ഏട്ടാ അതിപ്പം പലവരും പലതും പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറയില്ല. ഇത് വലിയ സർപ്രൈസ് ആണ്. അത് വരാൻ പോകണല്ലോ. അത് നമ്മൾ അവിടം വരെ എത്താനൊന്നും പറ്റില്ല. നമ്മൾ സാധാരണ ആളേട്ടാ. സിനിമയ്ക്ക് വേണ്ടി ഉണ്ണിക്കണ്ണനോട് എന്ത് പറഞ്ഞാലും ചെയ്യാം. എന്ത് പറഞ്ഞാലും ചെയ്യും. ഫൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യും. ഒരു 10-20 കിലോ കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ കുറയ്ക്കും. അതും ചെയ്യും. സിനിമയാണ് ആഗ്രഹം. എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. ഒരു 2 നില കെട്ടിടത്ത് മുഴുവൻ ചാടണം എന്ന് പറഞ്ഞാൽ അത് വെറുതെ ചാടണം പറഞ്ഞാൽ അങ്ങനെയില്ല. അത്രയും സേഫ്റ്റി തരും. അല്ല, അതിന് ഇതൊക്കെ വിട്ട് ബെൽറ്റ് കിട്ടിട്ട് ചാടും. സിനിമയിൽ എന്ത് പറഞ്ഞാൽ ഡയറക്ടർമാർ സാറുമാർ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യണം. നമ്മുടെ ആഗ്രഹം സിനിമയാണ്. അത് എന്ത് ചെയ്യണം നല്ല രീതിയിൽ അത് പറഞ്ഞാൽ ചാടേണ്ട വന്നാൽ അത് വെറുതെ ഇങ്ങനെ മൂളം ചാട് പറഞ്ഞാൽ അതല്ലേ സിനിമ കഥാപാത്രത്തെ അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞാൽ അത് ചെയ്തിരിക്കുക. അതല്ലേ ഒരു കലാകാരൻ്റെ ഒരു നേട്ടം. അപ്പോൾ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നിറയെ പടങ്ങൾ കിട്ടട്ടെ. വലിയൊരു സൂപ്പർ സ്റ്റാറായി മാറട്ടെ. എല്ലാവരും ഓർമ്മിക്കണം. അന്നേരം വന്ന വഴി ഒരിക്കലും മറക്കാത്ത ആളാണ്.